New Hope TV, your encounter with God. Hallelujah. Lamentations, വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 22. പക്ഷേ ഈ വചനം വിലാപത്തിൻ്റെ വചനമല്ല കേട്ടോ, ഈ വചനം സന്തോഷത്തിൻ്റെ വചനമാണ്. ലാമെൻറ്റേഷൻസ് ബുക്കിലാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് അത് വളരെയേറെ സന്തോഷിക്കേണ്ട വചനങ്ങളാണ്. ലാമെൻറ്റേഷൻസ് 3:22-23. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. ആമേൻ. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ആമേൻ. അവ രാവിലെ തോറും പുതുതാകുന്നു. ആമേൻ. നിന്റെ വിശ്വസ്തത വലുതാകുന്നു. ആമേൻ. ഇത് വിലപിക്കേണ്ട സന്ദേശമാണോ അതോ സന്തോഷിക്കേണ്ട സന്ദേശമാണോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. ഹല്ലേലൂയ. ത്രൂ ദ ലോർഡ്സ് മെർസീസ് വി ആർ നോട്ട് കൺസ്യൂംഡ്. നമ്മൾ യഥാർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും അവകാശം നാശമാണ്, അതോ ക്രോധമാണ്, ശിക്ഷയാണ്. എങ്കിലും അവൻ്റെ കരുണയാൽ അത് സംഭവിക്കുന്നില്ല. ഐ വിത്ത് മീ, ഹീ ഈസ് പ്രിവെൻറ്റിങ് ദി പണിഷ്മെൻറ്റ്, ദ ഡ്യൂ പണിഷ്മെൻറ്റ്. നമുക്കറിയാം, ആ കുരിശെ കിടന്നപ്പോൾ ആ 2 കള്ളന്മാരില്ലേ, ഒരു കള്ളൻ മറ്റേ കള്ളനെ ശാസിക്കുകയാണ്, എടാ നീ മിണ്ടാതിരിക്കടാ, നമുക്ക് കിട്ടേണ്ടതാണ്, അതോ നമ്മൾ അർഹിക്കുന്ന പണിഷ്മെൻറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വെറുതെ ഈ നടുവേ കിടക്കുന്ന വ്യക്തിയെ നീ തെറിയൊന്നും പറയരുതെന്ന് അവനോട് ഒരു കള്ളൻ മറ്റേ കള്ളനെ ഉപദേശിക്കുക. അവൻ പറയാണ്, വി ഹാവ് ഗോട്ട് വാട്ട് വി ഡിസേർവ്ഡ്. യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പാപം ചെയ്യാത്ത ആരുമില്ല. അതുകൊണ്ട് പാപത്തിൻ്റെ വേദനമാകുന്ന മരണമാണ് എൻ്റെ നിങ്ങളുടെ അവകാശം. പക്ഷേ ആ അവകാശം ഞാൻ സ്വന്തമാക്കാത്തതിൻ്റെ കാരണം എന്താണ്? ദൈവം എൻ്റെ ഇപ്പോൾ കരുണയുള്ള ദൈവമാണ്. ആ കരുണ എഗെയിൻ പ്രകടിപ്പിച്ചത് എവിടെയാണ്? കുരിശിലാണ്. എൻ്റെ ശിക്ഷ യേശു പകരക്കാരനായിട്ട് ഏറ്റെടുത്തു. ഹല്ലേലൂയ. സോ ത്രൂ ദ ലോർഡ്സ് മെർസീസ് വി ആർ നോട്ട് കൺസ്യൂംഡ് ബിക്കോസ് ഹിസ് കമ്പാഷൻ ഫെയിലത്ത് നോട്ട്. അവൻ്റെ കരുണ, അവൻ്റെ ദയ അവസാനിക്കുന്നില്ല. ഐ വിത്ത് മീ, അവസാനിക്കുന്നില്ല. കാരണം നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, അങ്ങനെ ആ ദൈവത്തിൻ്റെ കരുണയും ദയയൊക്കെ അനുഭവിച്ച ആരൊക്കെയുണ്ട് ഇവിടെ? ദൈവത്തിനുമായി നമ്മൾ വായിക്കുമ്പോൾ റോമാർക്കുള്ള ലേഖനം 9-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം പറയുന്നുണ്ട്, എനിക്ക് ദയ തോന്നുന്നവരോട് എനിക്ക് ദയ തോന്നും, എനിക്ക് കരുണ തോന്നുന്നവരോട് എനിക്ക് കരുണ തോന്നും. ഐ വിത്ത് മീ. അങ്ങനെ ദയയും കരുണയും ഇന്നിപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും, സഹോദര നിങ്ങൾക്കും ഇന്ന് രക്ഷകനായ യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായിട്ട് സ്വീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ദയയും അനുകമ്പയുടെയും കരുണയുടെയും പാത്രങ്ങളാണ്. യു ആർ ദ റെസിപ്പിയൻസ് ഓഫ് ദ ലവ്, the grace, the mercy and the compassion of God upon your lives. Hallelujah. Hallelujah. അപ്പോൾ ഇവിടെ വിലാപ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 22-ാമത്തെ പറഞ്ഞതുപോലെ because his compassion faileth not. അത് എങ്ങനെയാണ്? വല്ലപ്പോഴും ഇങ്ങനെ തരുന്നതല്ല. they are new every morning. എല്ലാ ദിവസം 23 കൂടെ വായിക്കാം സിസ്റ്ററെ. അവ രാവിലെ തോറും പുതുതാകുന്നു, നിന്റെ വിശ്വസ്തത വലുതാകുന്നു. രാവിലെ തോറും. അപ്പോൾ ഇന്ന് ദൈവം എനിക്ക് എൻ്റെ മുകളിൽ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ആ കരുണയേക്കാൾ കൂടുതലാണ് നാളെ. ബിക്കോസ് ഇറ്റ് ഗ്രോസ്. ദേ ആർ ന്യൂ. പുതിയ തരത്തിൽ, പുതിയ മേഖലകളിൽ ദൈവം എനിക്ക് എൻ്റെ മുകളിൽ അനുഗ്രഹം, കരുണയും ദയയും ചൊരിയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആ ദൈവത്തിനോട് നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം? സഹോദര, ഇന്ന് ഞാൻ പറയട്ടെ, ഇപ്പോഴും പറയുന്നതാണ്, ഒരു വ്യക്തിക്ക് യേശുവിനെ മാത്രം രക്ഷകനും നാഥനും ആയിട്ട് സ്വീകരിച്ച് ആരാധനയും സ്നേഹം മുഴുവൻ എക്സ്ക്ലൂസീവായിട്ട് യേശുവിന് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. യേശു ആ കുരിശിൽ ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു പൂർണ്ണ ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് യേശു ദൈവപുത്രനാന്നൊക്കെ അംഗീകരിക്കും, എങ്കിലും അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ യേശുവിൻ്റെ അടുത്തല്ല പോകുന്നത്, വേറെ സ്ഥലമാണ്. ആരാധനയും എല്ലാം വേറെ സ്ഥലങ്ങളിലാണ് കൊടുക്കും, പ്രാർത്ഥനകളൊക്കെ വേറെ സ്ഥലങ്ങളിലാണ് പോകുന്നത്. കാരണം എന്താണ്? അവർക്ക് യേശുവിനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനമില്ല. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് മനസ്സിലാക്കണം, യേശു അല്ലാതെ വേറെ ഒരു വ്യക്തിക്കും നിൻ്റെ നിത്യജീവൻ നിനക്ക് ഉറപ്പാക്കാൻ പറ്റുകയില്ല. നീ ആശ്രയിക്കുന്ന ആരായിക്കോട്ടെ, അവരുടെ നിത്യരക്ഷയും യേശുവിൻ്റെ കയ്യിലാണ്. അവരുടെ നിത്യരക്ഷയും യേശു കാരണമാണ്. അവർ നിത്യരക്ഷ ഉണ്ടെങ്കിൽ. ഐ വിത്ത് മീ. അപ്പോൾ എന്നെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നത്. ഒന്ന് വായിച്ചേ, ആക്ട്സ് 4:12. മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ
ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു അല്ലാതെ വേറെ ഒരു നാമവും ഈ ലോകത്തിൽ നൽകപ്പെട്ടിട്ടില്ല രക്ഷയ്ക്ക് വേണ്ടി. ആമേൻ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നീ ആ സത്യം വിശ്വസിക്കുകയാണെങ്കിൽ അത് എവിടെയും ഏറ്റു പറയുവാൻ നീ തയ്യാറായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ദൈവത്തിന് പറഞ്ഞ സങ്കീർത്തനം 103:10, Psalm 103:10. അവൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. അവൻ അത്ര സ്നേഹിക്കുന്ന ദൈവമാണ്. ഒന്നും വാഗ്ദാനത്തിൽ വിശ്വസനാണ്. നമ്മൾ നേരത്തെ കേട്ടല്ലേ, അവൻ വിശ്വസനാണ്. നമ്മൾ അവിശ്വസത കാണിച്ചാലും അവൻ അവിശ്വസത കാണിക്കുകയില്ല. കാരണം വിശ്വസത അവൻ്റെ ഒരു സ്വഭാവമാണ്. ദൈവം സ്നേഹമാണെന്ന് പറയുന്നത് പോലെ തന്നെ അതേ ആ ആഴത്തിലും അല്ലെങ്കിൽ അതേ ഇതിൽ തന്നെ ദൈവം വിശ്വസനാണ്. ഹല്ലേലൂയ. നമ്മൾക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് വിശ്വസതയെക്കുറിച്ച് പറയുമ്പോൾ. സദാം ഹുസൈൻ അല്ലേ, അവന് ഒരു മരുമകനുണ്ടായിരുന്നു, മകളെ കെട്ടിയവൻ അല്ലേ, അവൻ്റെ കൂടെയായിരുന്നു. കുറേ കഴിഞ്ഞപ്പം അവൻ കാരണം എന്ന് പറഞ്ഞുകൂടാ, അവൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു അല്ലേ, കേട്ടില്ലേ? അവൻ പുറത്തെവിടെയോ പോയി. അവരെ സംബന്ധിച്ച് അവൻ രാജ്യദ്രോഹിയായിരുന്നു. അപ്പോൾ സദാം ഹുസൈന് എന്ത് ചെയ്തു? സദാം ഹുസൈൻ ആയതുകൊണ്ട് അവനോട് പറഞ്ഞു, എടാ നിൻ്റെ മകൾ ഇവിടെയല്ലേ, നീ എൻ്റെ മരുമകനല്ലേ, തിരികെ വാ, നമുക്ക് രമ്യപ്പെടാം എന്നൊക്കെ പറഞ്ഞ് ആ പാവം ഇത് വിശ്വസിച്ച് തിരിച്ച് ആ സ്ഥലം എന്താ, സദാം ഹുസൈൻ്റെ സ്ഥലം ഏതാ? ഇറാഖിലേക്ക് തിരികെ വന്നു. അവൻ നല്ല സ്വീകാര്യം കിട്ടി. നേരെ പോയത് എങ്ങോട്ടാ? ടോർച്ചർ ചേമ്പറിലോട്ടാ. അവനെ പീഡിപ്പിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ അരിഞ്ഞ് കൊന്നുകളഞ്ഞു. അവൻ ഇത്ര വലിയൊരു പൊട്ടനാണെന്ന് അറിഞ്ഞുകൂടാ ഈ ഭീകരമായ ആളുടെ വാക്ക് കേട്ടിട്ട്. ദൈവം നമ്മളെ അങ്ങനെയല്ല കരുതുന്നത്. ദൈവം നമ്മളെ വിളിക്കുന്നത് നമ്മളെ കൊല്ലാനല്ല. ദൈവം വാഗ്ദാനത്തിൽ വിശ്വസനായതുകൊണ്ട് അവൻ തിരികെ വാ എന്ന് പറഞ്ഞാൽ നിന്നെ ക്ഷമിച്ച്, നിന്നെ സ്നേഹിച്ച്, നിന്നെ പുത്രനാക്കാനാ. ഇവിടെ മരുമകനായിട്ടാണ് തിരിച്ചു വന്നത്. പക്ഷെ ഒടുക്കം തുണ്ടായിട്ട് അവനെ കീറി മുറിച്ച് കൊന്നു. ആയുദ്മി, അത് മനുഷ്യൻ്റെ സ്വഭാവം, ഇത് ദൈവത്തിൻ്റെ സ്വഭാവം. ഒരു നോക്കുകയാണെങ്കിൽ ഈ മരുമകൻ അയാളോട് ചെയ്ത ദ്രോഹത്തിനേക്കാൾ കൂടുതൽ ദ്രോഹമായിരിക്കും നമ്മൾ ദൈവത്തോട് ചെയ്തത്. ഹലോ, ഒറ്റ കാര്യം നോക്ക്. പൗലോസ് അപ്പോസ്തലനെ നോക്ക്. ആ സഭയെ എന്തുമാത്രം പീഡിപ്പിച്ചു അല്ലേ? എങ്കിലും ദൈവം പൗലോസ് അപ്പോസ്തലനെ വേട്ടയാടി കൊന്നില്ല. അതിന് പകരം ദൈവം അവനെ സ്പർശിച്ചു, അവനെ ദർശിച്ചു. ഹി ഹാഡ് എൻ എൻകൗണ്ടർ. എന്നിട്ട് യേശുവിൻ്റെ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു അപ്പസ്തലനായിട്ട് രൂപാന്തരപ്പെടുത്തി. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് മനുഷ്യൻ്റെ സ്വഭാവം, ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവം വാഗ്ദാനത്തിൽ വിശ്വസനാണ്. അവൻ ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ ക്ഷമിക്കും. മറ്റത് ക്ഷമിക്കുമെന്ന് പറഞ്ഞത് കബളിപ്പിനാണ്, കൊല്ലാനാണ് ക്ഷമിക്കുമെന്ന് പറഞ്ഞത്. പറഞ്ഞ് മനസ്സിലായല്ലോ? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നമ്മൾ നിലനിൽക്കുന്ന വ്യക്തികളായിരിക്കും. അതാണ് മലാക്കായി പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം വായിക്കോ. യഹോവയായ ഞാൻ മാറാത്തവനാകുന്നു, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നു. ആമേൻ. ഞാൻ മാറാത്തവനായതുകൊണ്ടാണ് യാക്കോബിൻ്റെ പുത്രനായി നിങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പഴയ ഉടമ്പടിയൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം എത്ര പ്രാവശ്യം ഒന്ന് നോക്കിയാൽ മതി. മോശ 2 കൽപ്പലകൾ എടുത്ത് തിരികെ വന്നപ്പോൾ കണ്ടത് വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധനയുടെ ചീഫ് പ്രീസ്റ്റ് ആരോൺ. അത് കണ്ടിട്ട് ദൈവം മോശയോട് പറയുകയാണ്, എനിക്ക് ഈ ജനത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ടാണ് തോന്നുന്നത്. ഐ വാണ്ട് ടു ഡിസ്ട്രോയ് ദം. എങ്കിലും മോശയുടെ ആ ശുപാർശ കേട്ടിട്ട് ദൈവം ക്ഷമിച്ചു. പിന്നെ നോക്കുകയാണെങ്കിൽ എത്ര ഇടങ്ങൾ ദൈവം പറയുന്നുണ്ട് ക്ഷമിച്ചു. ആ ക്ഷമ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുക നമ്മുടെ മുകളിൽ. കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മളുടെ തിരികെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനം 89:1, Psalm 89:1. യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറയോളം എൻ്റെ വായ കൊണ്ട് നിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും. ആമേൻ. ഇതായിരിക്കണം ഒരു പാപം
പാപിയായ ഒരു വ്യക്തിക്ക് പാപമോചനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ പാടേണ്ട പാട്ടാണിത്. നമ്മളെത്ര പേര് പാടുന്നുണ്ട്? അതിനൊന്നു ഹാലലൂയ. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, കൂടുതൽ പൊറുക്കപ്പെട്ടവന് അല്ലെങ്കിൽ ഇളവ് കിട്ടിയവന് കൂടുതൽ ദൈവത്തെ സ്നേഹിക്കും. ഇവിടെ പറയുന്നത്, ഐ വിൽ സിംഗ് ഓഫ് ദ മേഴ്സീസ് ഓഫ് ദ ലോർഡ് ഫോർ എവർ, വിത്ത് മൈ മൗത്ത് വിൽ ഐ മേക്ക് നോൺ യുവർ ഫെയ്ത്ത്ഫുൾനെസ് ടു ഓൾ ജനറേഷൻസ്. കാരണം നമ്മൾ ദൈവം എന്തുമാത്രം നമ്മളെ സ്നേഹിച്ച് നമ്മൾക്ക് തക്കതായ, നമുക്ക് അർഹതയുള്ള ആ ശിക്ഷയല്ല ദൈവം തന്നത്. അതിനുപരി ദൈവം തന്നത് സ്നേഹമാണ്. ദൈവം തന്നത് ദൈവത്തിന് അനുകമ്പ, കൃപ. അതുകൊണ്ട് ദൈവം ഇപ്പോൾ നമ്മളെ ഉള്ളം കയ്യിൽ കാത്ത് പരിപാലിച്ച് നടത്തുക. ഇതൊക്കെ ദൈവത്തിൻ്റെ സ്നേഹമാണ് സഹോദര സഹോദരി. അങ്ങനെയാണെങ്കിൽ ഞാൻ ദിനംതോറും ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് പാടണം. ഇവിടെ അല്ലേ, ഐ വിൽ സിംഗ് ഓഫ് ദ മേഴ്സി ഓഫ് ദ ലോർഡ് ഫോർ എവർ. ദൈവത്തിൻ്റെ കരുണയോർത്ത് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പാടും. ഐ വിൽ വിത്ത് മൈ മൗത്ത് വിൽ ഐ മേക്ക് നോൺ യുവർ ഫെയ്ത്ത്ഫുൾനെസ്. എല്ലായിടത്തും വിശ്വസ്തത, ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഞാൻ എല്ലായിടത്തും പോയി പറയും. അങ്ങനെ മറ്റുള്ളവർക്ക് ഇതൊരു വിശ്വസ്തതയുള്ള ദൈവമാണെന്നും എൻ്റെ സാക്ഷ്യം വഴി അവർക്ക് വിശ്വസിക്കാൻ പറ്റണം. ഏത് അവസ്ഥയിലിരുന്ന വ്യക്തിയാണ്, എങ്ങനെ ദൈവം എന്നെ സ്നേഹിച്ച് വീണ്ടെടുത്തു, അങ്ങനെ ദൈവം സ്വന്തമാക്കി എന്നുള്ളത്. അങ്ങനെ ഒരു നന്ദിയുള്ള ഒരു ഹൃദയമായിരിക്കണം നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദാണ് പരിശുദ്ധാത്മാവ് വഴി. ദാവീദ് അനുഭവിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുകയില്ല. എന്തായിരുന്നു? അവൻ ആട്ടിടയനായിരുന്നു അല്ലേ? ആട്ടിടയൻ്റെ അവസ്ഥയിൽ നിന്ന് രാജാവാക്കി. ഇസ്രായേൽ ജനത്തിന് മുഴുവൻ ഒരു വസ്തു, ജൂഡായും ഇസ്രായേലും രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒടുക്കം അവൻ ഒന്നായ ഒരു ജനത്തിൻ്റെ രാജാവായി. ആട്ടിടയിൽ നിന്ന് രാജാവാകുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ അത് മനസ്സിലാക്കണം, എങ്ങനെ ദൈവം നമ്മളെ ഉന്നതത്തിലേക്ക് ഉയർത്തും, എങ്ങനെ സ്നേഹിക്കുന്ന ദൈവമാണ്. അതെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ വലിയ ലൗഡ് സ്പീക്കർ വെച്ച് MG റോഡിൽ കൂടെ പോയി പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിലെങ്കിലും ഒരു നന്ദി പറയണം ദിനംതോറും. ഐ വിത്ത് മീ. ദൈവത്തിൻ്റെ നന്മയും കരുണയും കൃപയും ഓർത്ത് നന്ദിയുള്ളവരായിരിക്കണം. അതല്ലേ സങ്കീർത്തനം 92:1-2 നമ്മളെപ്പോഴും പറയുന്നത്. ഇറ്റ് ഈസ് ഗുഡ് ടു സിംഗ് പ്രൈസസ് ടു ദ ലോർഡ് മോസ്റ്റ് ഹൈ, അല്ലേ? ടു ഡിക്ലെയർ യുവർ ലവിങ് കൈൻഡ്നസ് ഇൻ ദ മോർണിംഗ് ആൻഡ് യുവർ ഫെയ്ത്ത്ഫുൾനെസ് എവറി നൈറ്റ്. ഇറ്റ് ഈസ് ഗുഡ് ടു ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. അത് ഒന്ന് വായിച്ചത് മലയാളത്തിൽ, Psalm 92:1-2. ഇതായിരിക്കണം, ഇതേ ഈ 89 അതേ ഒരു ചിന്ത തന്നെയാണ് ഇവിടെ 92:1-2. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവനെ നിന്റെ നാമം കീർത്തിക്കുന്നതും രാവിലെ നിന്റെ ദയയും രാത്രിതോറും നിന്റെ വിശ്വസ്തതയും. 10 കമ്പിയുള്ള മതി. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ ദയയും അനുകമ്പയും വിശ്വസ്തതയെക്കുറിച്ച് നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞ് നമ്മൾ ആലപിക്കുന്ന you must be people who are proclaiming the goodness of the Lord all the days of our life. Hallelujah. പിന്നെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ സെഫാനിയയുടെ പുസ്തകം, സെഫാനിയ 3:5. നീതിമാനായ ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അവൻ നീതികേട് ചെയ്യുന്നില്ല. രാവിലെ തോറും അവൻ തൻ്റെ ന്യായം വെളിപ്പെടുത്തുന്നു, അതിന് മുടക്കം വരുത്തുന്നില്ല. നീതി കെട്ടവനോ ലജ്ജ എന്തെന്ന് അറിഞ്ഞുകൂടാ. ആമേൻ. അവിടെ പറയുന്നത്, the Lord is righteous in her midst, he will do no unrighteousness. Every morning he brings his justice to light, he never fails, but the unjust knows no shame. നീതിമാനല്ലാത്തവൻ്റെ, അനീതി പ്രവർത്തിക്കുന്നവന് അവൻ്റെ ലജ്ജയെക്കുറിച്ച് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവൻ എങ്ങനെ ഒരു ലജ്ജയുടെ ജീവിതം നയിക്കുന്നതെന്ന്. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ 1 തിമോത്തി 1:15 വചനം വായിക്കോ. ഇത് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അവൻ തന്നെ ഏറ്റു പറയുകയാണ്. അവൻ ദൈവത്തിൻ്റെ ദയയും അനുകമ്പയും സ്വീകരിച്ച് അനുഭവിച്ച ഏറ്റവും വലിയ വ്യക്തിയാണെങ്കിൽ പോലും അവൻ ഏതവസ്ഥയിൽ നിന്നാണ് ദൈവം അവനെ കൊണ്ടുവന്നതെന്നുള്ള ഏറ്റു പറയുകയാണ്. ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ള വചനം വിശ്വാസ്യവും പൂർണ്ണമായി അംഗീകരിക്കുവാൻ യോഗ്യവുമാകുന്നു. ആമേൻ. ആ പാപികളിൽ ഞാൻ ഒന്നാമനത്രേ. ഐ വാസ് എ ചീഫ് വൺ. എങ്ങനെ ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുവാൻ മാത്രം ലക്ഷ്യം വെച്ചിട്ട്, നമുക്കറിയാം ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടുമുട്ടലുണ്ടായത് ഡമാസ്കസിലേക്ക് പോയതാണ്. അവിടെ അവൻ കാഴ്ചക്കാരനായിട്ട് പോയതല്ല, ഒരു ടൂറിസ്റ്റായിട്ട് പോയതല്ല. അവനൊരു ദൗത്യം,
ദൈവത്തെ, യേശുവിനെ സ്വീകരിച്ച വ്യക്തികളെ പിടിച്ച് തിരികെ ജെറൂസലമിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ദൗത്യമെത്തട്ടാണ്. അങ്ങനെ ദൈവത്തെ യേശുവിനായിട്ട് മല്ലിട്ട് യേശുവിൻ്റെ ശത്രുതയിൽ ഇരുന്നപ്പോഴാണ് ദൈവം അവനെ വിളിച്ചത്. അതുകൊണ്ട് അവന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, അവനാണ് ഏറ്റവും വലിയ പാപിയെന്നും, രണ്ടാമത് പാപമോചനം നിന്ന് രക്ഷിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ വാഗ്ദാനം വിശ്വസിക്കാൻ കൊള്ളുന്നതാണെന്നും അവന് അനുഭവിച്ചറിയാവുന്ന ഒരു കാര്യമായിരുന്നു. അയ്യുദ്മീ, അല്ലാതെ വേറെ വ്യക്തികളെക്കുറിച്ചുള്ള പറഞ്ഞു കേട്ടലല്ല. ഹീ ഈസ് എ വൺ ഹു എക്സ്പീരിയൻസ്ഡ് ദ ലവ് ഓഫ് ഗോഡ്. ഹീ ഈസ് എ വൺ ഹു റിയലി എക്സ്പീരിയൻസ് ഹിംസെൽഫ്, ഹൗ ഫാർ അവേ ഹി വാസ് ഫ്രം ഗോഡ്, how he was in such a great enmity with God, trying to destroy the church. But in spite of all that, God loved him to call him and make him one of the greatest apostles of all time. മനസ്സിലാക്കണം. അപ്പോൾ എന്നെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിനോട് ശത്രുതയിലോട്ട് പോകണമെന്നല്ല, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി വളരെയേറെ ദൈവം ഉപയോഗിക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവത്തിൻ്റെ ആ പ്ലാന് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. ദൈവം എനിക്കുള്ള പദ്ധതിയല്ല ഓരോരുത്തർക്കും ഉള്ളത്. ഓരോരുത്തരെ കുറിച്ചും വ്യക്തിപരമായി എല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായ പദ്ധതികളാണ്. അയ്യുദ്മീ, അല്ലാതെ ഒരു വ്യക്തിയുടെ പദ്ധതി മറ്റതിനേക്കാൾ വലുതല്ല. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിക്ക് കീഴ്പ്പെട്ട് അത് വിശ്വസതയോടെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിവാർഡ് എല്ലാം സെയിം ആയിരിക്കും. കാരണം ദൈവം പറയാൻ പോകുന്ന ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രവൃത്തി നീ വിശ്വസ്തയോടെ ചെയ്തു. ആ വിശ്വസ്തതയ്ക്കാണ് പ്രതിഫലം. ഐ വിത്ത് മീ? ഹല്ലേലൂയ. പിന്നെ നമ്മൾ നോക്കേണ്ട ആ വചനത്തിൽ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, യേശു വന്നത് പാപികളെ തേടിയാണ്. പലവർക്കുള്ള വിചാരം ഇതാണ്, യേശു വന്നത് ഉള്ള നീതിമാന്മാരെയൊക്കെ എടുത്തിട്ട് ഒരു ക്ലബ്ബുണ്ടാക്കി, ഒരു സഭയുണ്ടാക്കി പോകാനായിട്ടാണെന്ന്. പാപികൾക്ക് അവിടെ ഒരു സ്ഥാനമില്ല. അതാണ് ഈ ഫരിസീയരൊക്കെ വളരെയേറെ ഇടർച്ചയുണ്ടായി. ദൈവം പാപികളുടെ കൂടെ ഇരിക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും പാനം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് വളരെ ഇടർച്ചയാണ്. ഒന്നെങ്കിൽ ഈ ആൾക്ക് പൊട്ടനാണ്, ഇയാൾക്ക് ഒരു വെളിപാടുമില്ല, അവൻ ഇരിക്കുന്ന ആരുടെ കൂടെയാണെന്ന്. അവരുടെ അവസ്ഥ ഇവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അവർക്ക് ഇടർച്ചയ്ക്ക് അവസ്ഥ. പക്ഷേ അവർക്ക് ദൈവത്തിൻ്റെ യേശുവിൻ്റെ ദൗത്യം എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവർ മനസ്സിലാക്കണമായിരുന്നു, യേശു വന്നത് അവരെ വിളിക്കാനല്ല, അവരവരുടെ നീതിയിൽ തന്നെ നടക്കുകയാണ്. പക്ഷേ യേശു വന്നത് പാപികളെ തേടി രക്ഷിക്കാനാണ്. യേശു വന്നത് മരിക്കാനാണ്. യേശു വന്നത് രക്തം ചിന്താനാണ്, വില കൊടുക്കാനാണ് യേശു വന്നത്. ഹല്ലേലൂയ. കാരണം അവർക്ക് അവരുടെ നീതിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, റോമാർക്കുള്ള ലേഖനം 10-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്, അവർക്ക് ദൈവത്തിൻ്റെ നീതി മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം അവർക്ക് അവരുടെ നീതി മാത്രമേ മുന്നിൽ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യേശുവിൻ്റെ നീതി വാസ് ബ്ലൈൻഡഡ്. ഒന്ന് വായിക്കോ, റോമൻസ് 10:3. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അപ്പോൾ അവർക്ക് യേശു ഈ പാപിയുടെ കൂടെയും അല്ലെ ചുങ്കക്കാരുടെ കൂടെയും ഒക്കെ ഇരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇടർച്ചയാണ്. പക്ഷെ ദൈവത്തിൻ്റെ ദൗത്യം പാപിയെ തേടി രക്ഷിക്കാനാണ്. മർക്കോസ് വായിച്ചല്ലേ? ഓക്കെ. പിന്നെ വേറൊരു വചനം കൂടെ വായിക്കാം. 1 കൊറിന്ത്യൻസ് 15-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം. 1 കൊറിന്ത്യൻസ് 15:9. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ പീഡിപ്പിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. പക്ഷേ ദൈവം നോക്കുന്നത് നമ്മളുടെ കഴിഞ്ഞ കാലത്തെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല ദൈവം എൻ്റെ യോഗ്യത നോക്കുന്നത്. ദൈവം എൻ്റെ നിങ്ങളുടെ യോഗ്യത നോക്കുന്നത് എൻ്റെ ഹൃദയം അനുസരിച്ചാണ്. ഐ വിത്ത് മീ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, വളരെ വ്യക്തമാണ്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, ദാവീദ് കൊലപാതകനും വ്യഭിചാരിയും വളരെയേറെ രക്തം, കൈ മുഴുവൻ രക്തമായിരുന്നു ചിന്തിയ വ്യക്തി. പക്ഷേ ദൈവം അവനെക്കുറിച്ച് പറയുന്നത് അവൻ്റെ ഹൃദയം എൻ്റെ ഹൃദയത്തോട് ഇണങ്ങിയതാണെന്ന്. ഐ വിത്ത് മീ? അപ്പോൾ സഹോദര സഹോദരി, നീ നോക്കേണ്ടത് മനുഷ്യൻ നിങ്ങനെ എങ്ങനെയാണ് വിധിക്കുന്നത് നല്ല നോക്കേണ്ടത്. നീ നോക്കേണ്ടത് നിനക്ക് നിൻ്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ? എങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിന്നെ ഉന്നത സ്ഥാനത്തിലേക്ക് ഉയർത്തും. ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ വളരെയേറെ പ്രയോജനപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ
എഫിഷ്യൻസ് 3-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം ഒന്ന് വായിക്കോ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അനന്തമായ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ കൃപ നൽകിയിരിക്കുന്നു. ആമേൻ. അതാ പറയുന്നേ. അവിടെ ഒന്നും കൂടെ വായിക്കാമോ? അത് നമ്മൾ മനസ്സിലാക്കണം. ആ കൃപ, ദൈവത്തിൻ്റെ കൃപ തന്നിട്ട് എങ്ങനെ ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളത് വായിച്ചേ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അനന്തമായ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ കൃപ നൽകിയിരിക്കുന്നു. എത്ര മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആദ്യം ആക്ച്വലി പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷയ്ക്ക് വന്നപ്പം പല വ്യക്തികൾക്കും പറയാമായിരുന്നു, ഇയാൾ സഭയെ പീഡിപ്പിച്ച വ്യക്തിയാണ്, ചിലപ്പോൾ ഇയാൾ ഒരു കള്ളനായിട്ട് കബളിപ്പിക്കാനായിട്ട് വന്നതായിരിക്കും, അയാൾ അടുപ്പിക്കരുത് എന്നൊക്കെ പലവർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു. എങ്കിലും അത്ര ദൈവത്തോട് മല്ലിട്ട് ദൈവത്തോട് ശത്രുതയായിരുന്ന വ്യക്തിയാണെങ്കിൽ പോലും, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഏറ്റവും ചെറിയതാണെങ്കിൽ പോലും, ദൈവം അവന് കൊടുത്ത ദൗത്യം ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും പറയുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ്റെ അസസ്മെൻ്റ് അല്ല നമ്മൾ പോകേണ്ടത്. എനിക്ക് നിങ്ങൾക്കും ഇന്ന് തിരിച്ച് നമ്മുടെ ജീവിതങ്ങൾ പൂർണ്ണമായിട്ട് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് തക്ക സമയത്ത് നമ്മളെ ഉയർത്തി തക്ക രീതിയിൽ വിധത്തിൽ നമ്മളെ ഉപയോഗിക്കും. ഹല്ലേലൂയ. 2 തിമോത്തി 2:11. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. ആമേൻ. ഇതാണ് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളത്. നമുക്കറിയാം, കമ്മിങ് ഇൻ ടു എ യൂണിയൻ. ഇപ്പോൾ നമ്മളിത് ഖത്തർമേശയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്, ഇറ്റ്സ് ഓൾ കമ്മിങ് ഇൻ ടു എ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. യേശുവുമായിട്ട് ഒന്നാകുന്ന ഒരു ഇതാണ്, ശുശ്രൂഷയാണ്. കാരണം എന്താണ്? യേശുവിൻ്റെ ദൗത്യം എന്താണ്? നമ്മളിവിടെ ഈ ലോകത്തിലായിരിക്കുന്നവരെ യേശുവിൻ്റെ കൂടെ കൊണ്ടുപോകാനാണ്. ഐ വിത്ത് മീ. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കുവാൻ ഞാൻ തിരികെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഐ വിത്ത് മീ. ആ കൂട്ടിക്കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? യേശു തിരികെ വന്ന് എന്നെ അവനായിരിക്കുന്നിടത്ത്, പക്ഷെ അവനായിരിക്കുന്നിടത്ത് ഞാൻ ആകണമെന്നുണ്ടെങ്കിൽ അവൻ ഈ ലോകത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ എന്നിലും സംഭവിക്കണം. ഹലോ, അതാണ് റോമാർക്കുള്ള ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, അവൻ്റെ മരണത്തോട് സാദൃശ്യമായ ഒരു മരണത്തിൽ എനിക്ക് പങ്കാളിത്തം ഉണ്ടെങ്കിൽ അവൻ്റെ ഉയർപ്പിന് സാദൃശ്യമായ ഒരു ഉയർപ്പിലും എനിക്ക് പങ്കാളിത്തമുണ്ട്. അതുതന്നെയാണ് ഇവിടെയും പിന്നെയും പറയുന്നത്. ഒന്നുകൂടെ വായിക്കാമോ ഇത്? ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. അവൻ്റെ മരണത്തോട് സാദൃശ്യമായ ഒരു മരണത്തിൽ എനിക്ക് പങ്കാളിത്തം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവനോടുകൂടി ജീവിക്കും, അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കും. ഐ വിത്ത് മീ. എനിക്ക് അവൻ്റെ ഉയർപ്പിലും സാദൃശ്യമായ ഒരു ഉയർപ്പിലും എനിക്ക് പങ്കാളിത്തം ഉണ്ടാവും. യേശു ഉയർത്തിട്ട് എങ്ങോട്ടാണ് പോയത്? പിതാവിൻ്റെ സന്നിധിയിലേക്ക്. ഞാൻ ഉയർക്കുമ്പോൾ എങ്ങോട്ട് പോകും? അതേ സന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകും. ഇതാണ് ദൈവം വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്. നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ സഹോദര സഹോദരി, നമ്മൾ ഈ മതത്തിലുള്ള കുറേ പ്രാർത്ഥനകളും കുറേ ആചാരവും അനുഷ്ഠാനവും കുറേ നോയമ്പും മറ്റതും മറിച്ചതൊക്കെ നോക്കിയിട്ടല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവം വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ആ സമരിയ സ്ത്രീയോട് യേശു തന്നെ പറയുകയാണ്, ഇനി മുതൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് ഈ ചട്ടങ്ങളനുസരിച്ച് ആരാധനയല്ല. ജെറൂസലേമിലെ ആരാധന നിയമത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും മതത്തിൻ്റെയൊക്കെ ഉള്ള ആ അടിസ്ഥാനത്തിലല്ല. ഇനി ആരാധിക്കേണ്ടത് നിങ്ങളുടെ ആലയത്തിൽ നിന്നാണ്. നിങ്ങളുടെ ആലയമാകുന്ന ഹൃദയത്തിൽ നിന്ന് എനിക്ക് ആത്മാവും സത്യത്തിനുമുള്ള ഒരു ആരാധനയാണ് വേണ്ടത്. അങ്ങനെയുള്ള ആരാധിക്കുന്ന വ്യക്തികളെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. അങ്ങനെയുള്ള ആരാധന മാത്രമാണ് പിതാവിന് സ്വീകാര്യം. അത് മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ആ ദൈവമായിട്ടുള്ളൊരു ബന്ധം പുലർത്താൻ പറ്റുക. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എൻ്റെ പാപമോചനവും അതുവഴി കിട്ടുന്ന നീതീകരണവും അതുവഴി കിട്ടുന്ന നിശ്ചയനൊക്കെ ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടല്ല, എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ്. ഐ വിത്ത് മീ. അപ്പോൾ ആ ദൈവത്തെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സ്നേഹിക്കാൻ പറ്റണം. ഐ വിത്ത് മീ. ആ സ്നേഹം ഞാൻ എങ്ങനെ കാണിക്കും? നേർച്ചയിട്ടിട്ടല്ല, വേറെ ഒന്നും ചെയ്തിട്ടല്ല. ആ സ്നേഹം എനിക്ക് കാണിക്കാൻ പറ്റുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. ഐ വിത്ത് മീ. അങ്ങനെ ഒരു ദൈവത്തിന് പ്രീതികരമായൊരു ജീവിതം നയിക്കാൻ പറ്റണം. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ളൊരു ജ്ഞാനം കിട്ടുമ്പോൾ നമ്മൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റേണ്ടത്. പലപ്പോഴും നമ്മൾ മതത്തിൻ്റെ ബന്ധനത്തിലാണ്, മതത്തിൻ്റെ അടിമത്തത്തിലാണ്,
മതം ഒരിക്കലും രക്ഷിക്കുകയില്ല. മതം ഒരിക്കലും യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. കാരണം യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിനക്ക് മതത്തിൻ്റെ ആവശ്യം ഉണ്ടാകുകയില്ല. നീ കാരണം നിൻ്റെ രക്ഷ മതമല്ല, യേശുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരുമാതിരി മജീഷ്യൻസിനെ പോലെ ഇങ്ങനെ വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ കുറേ കളിപ്പിച്ച് ഇങ്ങനെ ആൾക്കാരെ കളിപ്പിച്ച് നടക്കുക. പക്ഷേ യേശുവിൻ്റെ രക്ഷ കളിപ്പീരൊന്നുമല്ല, യാഥാർത്ഥ്യമാണ്. ഞാൻ നിനക്ക് രക്ഷ തരുമെന്ന് പറഞ്ഞാൽ നിനക്ക് രക്ഷ തരും. ഹല്ലേലൂയ. പക്ഷേ ഈ മജീഷ്യൻ കാണിക്കുന്ന ആ പ്രാവൊന്നും അവിടെ കാണുകയില്ല. ഹലോ, നീ മജീഷ്യൻ ഇങ്ങനെ ഇത് പൊക്കി കാണിക്കുമ്പോൾ പ്രാവ് കാണുമായിരിക്കും, പക്ഷെ അവിടെ പ്രാവൊന്നും നിനക്ക് പോയി പിടിക്കാൻ പറ്റുകയില്ല. നീ പക്ഷേ ഞാൻ പറയാം, സത്യം ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് എൻ്റെ വചനമാണ് സത്യം. യോഹന്നാൻ 17:17 പറയുന്നുണ്ട്, മൈ വേർഡ് ഇസ് ട്രൂത്ത്. ഹല്ലേലൂയ. ആ വചനം ആരാണ്? യേശുവാണ്. യേശുവാണ് സത്യം. അത് യേശു പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാണ്. യേശുവാണ്. യേശുവിലല്ലാതെ ആർക്കും